വനവാസി പ്രതിഷേധത്തിന് നേരെ പെന്തക്കോസ് ആക്രമണം. റാന്നി അടിച്ചുപുഴ ഉന്നതിയിലാണ് സംഭവം. പെന്തക്കോസ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വനവാസികളെയാണ് പെന്തക്കോസ് അനുകൂലികൾ ആക്രമിച്ചത്. മലവേടൻ മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗോകുൽ രമേശ് വിശദാംശങ്ങൾ നൽകും. ഗോകുൽ, ഈ വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ ഗൂഗിൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഉന്നതിയിൽ വനവാസി വിഭാഗങ്ങൾക്ക് നേരെ പെന്തക്കോസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു അധിനിവേശവും അതിക്രമവും അവിടെ നടക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധം രൂപപ്പെട്ടതാണ്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആരാണ് വനവാസി വിഭാഗത്തെ ആക്രമിച്ചത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയാണ്. അതായത് റാന്നി അടിച്ചിപ്പുഴ ഉന്നതിയിൽ ഈ രീതിയിൽ പെന്തക്കോസ്ത് അധിനിവേശം വ്യാപകമായിട്ട് നടക്കുന്നു. വനവാസി വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരിലെ കൂടുതൽ ആളുകളെ അവരുടെ തനതായ ആചാരങ്ങളിൽ നിന്നും വഴിമാറ്റി പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുക, അതോടൊപ്പം തന്നെ അവരുടെ ഭൂമി വ്യാപകമായിട്ട് കയ്യേറ്റം ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ പെന്തക്കോസ്ത് സഭ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. അതിനെതിരെ വനവാസി വിഭാഗക്കാർ തന്നെ അന്ന് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സിയോൺ ബ്രദറൻ അസംബ്ലി എന്ന് പറയുന്ന സഭയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് അവിടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. തുടർന്ന് ഇവർ പട്ടികവർഗ കമ്മീഷനിൽ, ഗോത്രവർഗ കമ്മീഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും തുടർന്ന് കമ്മീഷൻ നിർണായകമായിട്ടുള്ള ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പള്ളി പ്രവർത്തനം, ആ കോളനിയിലെ പള്ളിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് മുതിരാതിരുന്ന പെന്തക്കോസ്ത് സഭാ വിശ്വാസികൾക്കെതിരെയാണ് വനവാസികൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പ്രതിഷേധിക്കുകയും അവർക്കെതിരെ ഒരു പ്രതിഷേധ സംഗമമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തത്. അടിച്ചിപ്പുഴ ഉന്നതിയിൽ, അതായത് അവരുടെ ഗോത്രവർഗ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട്, കലാരൂപങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തീർത്തും സമാധാനപരമായിട്ടൊരു പ്രതിഷേധമാണ് അവിടുത്തെ വനവാസി വിഭാഗക്കാർ ചേർന്നുകൊണ്ട് നടത്തിയത്. അതിൻ്റെ ആ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ഈ സിയോൺ ബ്രദറൻ അസംബ്ലിയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുകയും ആ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ വലിയ സംഘർഷം അവിടെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിനുശേഷം ആ പൊതുസമ്മേളനം ഇവർ അലങ്കോലപ്പെടുത്തി, അതായത് ഇടയ്ക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലങ്കോലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആ പ്രതിഷേധത്തിനുണ്ടായിരുന്ന ആളുകളുമായിട്ട് കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പെന്തക്കോസ്ത് വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ ആളുകളാണ്, ആ പ്രവർത്തകരാണ് ഈ വനവാസികളുടെ പ്രതിഷേധം നടക്കുന്ന സദസ്സിലേക്ക് കടന്നു കയറുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ ഈ വനവാസി വിഭാഗക്കാരായിട്ടുള്ള മലവേടൻ സഭയുടെ പ്രവർത്തകർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തീർത്തും സമാധാനപരമായിട്ട് ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെയാണ് അവരുടെ പ്രതിഷേധം അവർ ആരംഭിച്ചത്. അതിനുശേഷം ഇത്തരത്തിൽ അവിടെ പൊതുസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ അവരവിടേക്ക് എത്തുകയും തുടർന്ന് ഇവരുടെ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവരുടെ ആ സമ്മേളനത്തിൽ പ്രതിനിധികൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിന് ഇടയ്ക്ക് കയറി അതിനെ തടസ്സപ്പെടുത്തുകയും അവർക്ക് നേരെ വലിയ അസഭ്യവർഷങ്ങൾ ചൊരിയുകയും ഒക്കെ തന്നെ ചെയ്തു. അതിനുശേഷമാണ് അത് തടയാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് സ്ത്രീകൾ ഉൾപ്പെടെ ഈ വനവാസി വിഭാഗത്തിലുള്ള ജനങ്ങളെ അടിക്കുന്നതും അതോടൊപ്പം തന്നെ ചീത്ത വിളിക്കുന്നതും ഒക്കെ ആയിട്ട് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് കൃത്യമായിട്ടൊരു അതിക്രമം തന്നെയാണ്. അതായത് അവർ സംഘടിച്ചെത്തി ഈ വനവാസി വിഭാഗക്കാർക്ക് നേരെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി കെ പി ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ പത്തനംതിട്ട ജില്ലയിലെ റാന്നി അടിച്ചുപുഴ ഉന്നതിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പെന്തക്കോസ് വിഭാഗം അവിടെ വനവാസി വിഭാഗക്കാരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ തന്നെ അവിടെ നടക്കുന്ന ഈ പെന്തക്കോസ് അധിനിവേശത്തിനെതിരെ അല്ലെങ്കിൽ അതിക്രമത്തിനെതിരെ ഒരു പ്രതിഷേധം ഈ മലവേടൻ മഹാസഭയുടെയൊക്കെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ അക്രമം കൂടി ഉണ്ടായിരിക്കുന്നത്. ടീച്ചർ, അടിച്ചിപ്പുഴ വിഷയം നമ്മളിതിനു മുൻപ് എല്ലാവരും മനസ്സിലാക്കിയതാണ്. അവിടെ ഈ പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. കാരണം അവിടുത്തെ മലവേട സമൂഹം തന്നെ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് ട്രൈബ് എന്നുള്ളത് നമ്മൾ ഭരണഘടന തിരിച്ചിരിക്കുന്നത് തന്നെ അവരുടെ തനതായ സംസ്കാരം, സവിശേഷത അതാത് ഭൂമിശാസ്ത്ര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് അതേപോലെ നിലനിൽക്കണം എന്നുള്ളതാണ്. അതിലേക്ക് കടന്നു കയറുന്ന ഇത്തരം ശക്തികൾ അത് തീർച്ചയായും ഭരണഘടനാപരമായി തന്നെ തടയപ്പെടേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലൊരു സാഹചര്യം വെച്ചുകൊണ്ട് ഇത്തരം വനവാസി ഊരുകളിലൊക്കെ തന്നെ കയറി ചെന്ന് ഈ ആളെക്കൂട്ട തന്ത്രവുമായി ഇത്തരം എന്തെങ്കിലും കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ, ഇനി അതിലൊന്നും വീണില്ലെങ്കിലാണ് ഈ പീഡനത്തിലേക്ക് കിടക്കുന്നത്. ആദ്യം അവർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പീഡിപ്പിക്കാൻ നോക്കുകയാണ്, അത് കഴിഞ്ഞാൽ പീഡനം. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ പാവങ്ങൾക്ക് അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ അവർക്കൊരു പക്ഷേ രാഷ്ട്രീയ പിൻബലമൊന്നും കിട്ടിയില്ല എന്ന് വരും. എന്നിരുന്നാലും ആ തനതായ സംസ്കൃതിയോടുള്ള
മമത കൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. അത് വളരെ പ്രശംസാർഹമാണ്. അവർ ആ സമൂഹം പിടിച്ചു നിന്നതും അതിനെതിരെ പ്രതികരിച്ചതും ഒക്കെ. അപ്പൊ അവർക്ക് നീതി കിട്ടിയേ പറ്റൂ. കയ്യിൽ കാശുണ്ടോന്നോ വിദേശ പണം വരുന്നുണ്ടോന്നോ അത് കണക്കെട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുകയും കൈവശപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള മുമ്പില് അധികാരത്തിന്റെ തണുപ്പുണ്ട് എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തില് ഒക്കെ ഇതുപോലെ വനവാസി ഊരുകളിലേക്കോ അതും അല്ലെങ്കിൽ പട്ടികജാതി കോളനി മറ്റേ ഉന്നതികളിലേക്കോ ഒക്കെ കയറി ചെല്ലുന്ന ഒരു അവസ്ഥ അത് അവസാനിപ്പിച്ചേ മതിയാകുള്ളൂ. ഇത് ഇപ്പോ ഒരുപക്ഷെ ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഒക്കെ കടന്നു എന്ന് അന്നത്തെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ആ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം. അത് അവർക്ക് മതം മാറ്റാൻ പറ്റാത്തവരെ ഒന്നുകിൽ കൊന്നൊടുക്കുക അല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലുക, ഇങ്ങനെയൊക്കെയാണല്ലോ ആ സംസ്കൃതികളൊക്കെ ഇല്ലാതാക്കിയത്. അതേ ഒരു അവസ്ഥയിലേക്ക് ഇവിടെയും പട്ടികവർഗ ഊരുകളിൽ അല്ലെങ്കിൽ ഊരുകളിലും ഉന്നതികളിലും ഒക്കെ കയറി നിരക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭരണകൂടം അതിന് നീതി അവർക്ക് കൊടുത്തേ പറ്റൂ. അതല്ല എങ്കിൽ നീതി പിടിച്ചെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയുണ്ടായിരിക്കും. ഓക്കെ ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് KP ശശികല ടീച്ചർ വ്യക്തമാക്കിയത്. ഗൂഗിളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഗൂഗിൾ, ഇത് റാന്നിയിലെ പത്തനംതിട്ട ജില്ലയിലെ അടിച്ചുപുഴയിലെ മാത്രം സംഭവമല്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തും വനവാസി സമൂഹത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇത്തരം മെഷീനറി സംവിധാനങ്ങളാണ് എന്ന വസ്തുത നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ. ഗൂഗിൾ തീർച്ചയായിട്ടും ഗൗതം, എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് റാന്നി അടിച്ചിപ്പുഴയിൽ മാറുകയാണ്. അതുമാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള അധിനിവേശവും നിയമലംഘനവും ഒക്കെ ഇവർ നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ഈ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് നിയമത്തിൻ്റെ വഴിയിൽ കൂടി തന്നെയാണ് ഈ വനവാസി വിഭാഗക്കാർ മുന്നോട്ട് പോയത്. അവർ ഗോത്രവർഗ കമ്മീഷനിലടക്കം പരാതി നൽകി. ആ കമ്മീഷൻ്റെ ഉത്തരവടക്കം ഇവർക്ക് അനുകൂലമായിട്ട് വന്നതാണ്. പക്ഷേ എന്നിട്ടും ഇവർ ഈ അധിനിവേശവും ഇവരുടെ ആളുകളെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് മതപരിവർത്തനം നടത്താനും ഇവരുടെ ഭൂമി കയ്യേറാനും ഒക്കെ ശ്രമം തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് തീർത്തും ജനാധിപത്യപരമായി തന്നെ ഇവർക്ക് പ്രതിഷേധിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായത്. ആ പ്രതിഷേധത്തെ പോലും ഉൾക്കൊള്ളുവാനായിട്ട് ഈ രീതിയിൽ പെന്തക്കോസ്ത് പ്രവർത്തകർ തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കോളനിയിൽ ഈ ഉന്നതിയിൽ മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് ഗോത്രവർഗ കമ്മീഷൻ അടക്കമുള്ള അധികാരികൾ കൃത്യമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നിർണായകമായിട്ടുള്ള ഉത്തരവ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടിയന്തരമായിട്ട് ഈ സിയോൺ ബ്രദറൻ സഭയുടെ പ്രവർത്തനം അവിടെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കമ്മീഷൻ്റെ ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ ആ ഉത്തരവ് നടപ്പാക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ തയ്യാറായില്ല എന്നുള്ളതും ഇവിടെ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. എന്തായാലും ആ വനവാസി വിഭാഗക്കാർക്ക് ഇത്തരത്തിൽ മറ്റ് ആശ്രയങ്ങൾ ഈ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ പരിരക്ഷയോ ആശ്രയമോ ഒന്നും ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ഈ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. മലവേടൻ മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടക്കുകയുണ്ടായത്. അതായത് ഇവരുടെ തനതായിട്ടുള്ള ആചാരങ്ങളെയൊക്കെ ഇവർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. വനവാസി അടിച്ചിപ്പുഴ എന്ന് പറയുന്നത് വനവാസി ഉന്നതിയാണ്. 600ഓളം കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അവർക്ക് ഈ ഭൂമി സർക്കാരിൽ നിന്നും കാലങ്ങൾക്ക് മുമ്പ് പതിച്ചു കിട്ടിയതാണ്. ആ ഭൂമി ഇത്തരത്തിൽ അനധികൃതമായിട്ട് കയ്യേറാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് ഇവർ ഈ മേഖലയിലേക്ക് ഈ അടിച്ചിപ്പുഴ ഭാഗത്തേക്ക് ഈ പെന്തക്കോസ്ത് ശക്തികൾ കടന്നു കയറുകയും അവിടെ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇതിനോടകം തന്നെ 5 കുടുംബങ്ങളിലെ 25ഓളം ആളുകളെ മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. അതായത് ഈ വനവാസി വിഭാഗത്തിലുള്ള ആളുകളെ അവരുടെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പരിവർത്തനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മലവേടൻ മഹാസഭയുടെ തന്നെ അധികൃതർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ ഇനിയും ഈ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ അതവർക്ക് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്കും പ്രതിരോധ നടപടികളിലേക്കും ഒക്കെ ഈ വനവാസി ജനവിഭാഗം കടന്നത്. പക്ഷേ ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമാണ് അടിച്ചിപ്പുഴയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് ശക്തികൾ അവർ അവിടെ സംഘടിച്ചെത്തി ഈ പ്രതിഷേധത്തിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഈ ആക്രമിക്കാൻ എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ സംഭവത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകേണ്ടത് ശക്തമായിട്ടുള്ളൊരു ആവശ്യമായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയാതീതമാണ്. പ്രത്യേകിച്ച് മുമ്പും ഇത്തരത്തിൽ പെന്തക്കോസ്ത് വിഷയങ്ങളൊക്കെ വരുമ്പോൾ പത്തനംതിട്ടയിലെ പോലീസ് വളരെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് സംഭവങ്ങൾ തുടർക്കഥയായിട്ട് ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ചില പെന്തക്കോസ്ത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്നുമെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തൊരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ഈ റാന്നി അടിച്ചിപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് വനവാസികളെ ആക്രമിക്കുന്ന സംഭവമാണ്. ആ രീതിയിലുള്ള വകുപ്പുകളടക്കം ചുമത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഏതു വിധത്തിൽ ഉപയോഗപ്പെടുത്തും, അതൊക്കെ ഏതു വിധത്തിൽ നടപ്പിലാക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ സംശയത്തിൽ നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ വനവാസി പ്രതിഷേധത്തിന് നേരെ പെന്തക്കോസ് ആക്രമണം റാന്നി അടിച്ചിപ്പുഴ ഉന്നതിയിലാണ് സംഭവം. പെന്തക്കോസ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വനവാസികളെയാണ്
പെന്തക്കോസ് അനുകൂലികൾ ആക്രമിച്ചത്. മലവേടൻ മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു ആ സ്ഥലത്ത് പ്രതിഷേധം നടന്നത്. അവിടെയാണ് ഇപ്പോൾ സംഘർഷഭരിതമായ അന്തരീക്ഷം രൂപപ്പെട്ടത്. ഗോകുൽ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.